നമസ്കാരം. കണ്ണിൽ കണ്ടതും ഉള്ളിൽ കൊണ്ടതും. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ? ഇതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല. ഒരു ഭാരതയാത്രയ്ക്കിടയിൽ ഞങ്ങൾ കണ്ട ഒരുപാട് കാര്യങ്ങൾ, അത് ഓർമ്മകളിൽ നിന്ന് ഓടി വരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ വിളിച്ചു പറയുകയാണ്. ഈ സാഹിത്യത്തിന് നൊബേൽ സമ്മാനമൊക്കെ കിട്ടിയ T.S. എലിയറ്റിനറിയില്ലേ? ദി വേസ്റ്റ് ലാൻഡും ദ ഫോളോ മെനുമൊക്കെ രചിച്ച കവി. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു വചനമുണ്ട്: ജീവിതത്തിനിടയിൽ നമുക്ക് കൈമോശം വന്ന നന്മകളെവിടെ, അറിവുകൾക്കിടയിൽ നമുക്ക് കൈമോശം വന്ന വിവേകമെവിടെ. പക്ഷേ ചില ഘട്ടങ്ങളിലെ ചില മനുഷ്യരിലെ നന്മ നിറഞ്ഞ മനസ്സ് കാണുമ്പോൾ നന്മയും വിവേകവുമൊന്നും അങ്ങനെ കൈമോശം വന്നിട്ടില്ല എന്നും ഇപ്പോഴും ചിലരിൽ അതിങ്ങനെ ഉറവയായി ഉറഞ്ഞു വരികയാണെന്നും തോന്നും. അങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. ഒക്ടോബർ 6-ാം തീയതിയാണ് ഞങ്ങൾ കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നത്. തക്കലയിലുള്ള നിംസ് യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയാണ് യാത്ര തുടങ്ങിയത്. തിരുനെൽവേലി എത്തുന്നതിന് മുമ്പ് വിജനമായൊരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ ഫാൻ ബെൽറ്റ് പൊട്ടി വണ്ടി വഴിയിലായി. വാഹനത്തെ നയിക്കുന്ന നാസറും നൗഷാദും മുന്നിലെ ബോണറ്റ് തുറന്ന് പഠിച്ച പണി 18 പയറ്റി നോക്കി. തൊട്ടടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ പൊട്ടിയ ബെൽറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തെവിടെയെങ്കിലും ഓട്ടോമൊബൈൽ കടയുണ്ടോ എന്നൊന്നും അറിയാതെ ആ രാത്രിയിൽ വിജനമായൊരു പ്രദേശത്ത് ഞങ്ങളങ്ങനെ നിൽക്കുകയാണ്. ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് മുന്നിലൊക്കെ ഞങ്ങൾ കൈനീട്ടി നോക്കി. ഒറ്റ വാഹനം പോലും നിർത്താതെ അങ്ങ് ചീറിപ്പാഞ്ഞ് പോവുകയാണ്. പക്ഷേ ഒരു ഓൾട്ടോ കാറുകാരൻ വാഹനം നിർത്തി. തമിഴിനാണ്. ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശവും നേരിട്ട തടസ്സമൊക്കെ പറഞ്ഞപ്പോൾ അയാൾ ഈ നൗഷാദിനെയും കൊണ്ട് കാറിൽ കയറി മുന്നോട്ട് പോയി. 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നൗഷാദും അയാളും ഫാൻ ബെൽറ്റുമായിട്ട് തിരിച്ചെത്തി. ഇനി നൗഷാദ് പറഞ്ഞ കഥയാണ്. അയാളുടെ പേര് സുബ്രമണി. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും രാത്രി ഏറെ വൈകിയതുകൊണ്ടും അടുത്ത അങ്ങാടിയിലെ എല്ലാ കടകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. അയാൾ കട ഉടമകളുടെ ഫോൺ നമ്പറൊക്കെ തേടി പിടിച്ച് അവരെ വിളിച്ചു വരുത്തി ആ കടയൊക്കെ തുറപ്പിച്ചു. 1-2 കടകളിൽ ബെൽറ്റിൻ്റെ അളവ് കൃത്യമായിരുന്നില്ല. പിന്നെ വലിയൊരു കട ഉടമയുടെ വീട്ടിൽ പോയി അയാളെയും കാറിൽ കയറ്റി കൊണ്ടുവന്ന് കട തുറപ്പിച്ച് ഫാൻ ബെൽറ്റും സംഘടിപ്പിച്ച് നൗഷാദിനെയും കൊണ്ട് അയാൾ തിരിച്ചു വന്നതാണ്. ഞങ്ങൾ എന്താണ് ചെയ്തു തരേണ്ടത് എന്ന് നൗഷാദ് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ സുബ്രഹ്മണ്യ പറഞ്ഞ വാക്കുകളാണ് പ്രധാനം. എപ്പോഴെങ്കിലും എൻ്റെ വണ്ടി ഇതുപോലെ റോഡിൽ കിടക്കുമ്പോൾ നിങ്ങളെങ്ങാനും അതുവഴി കടന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്ന്. സുബ്രഹ്മണ്യയുടെ ആ നല്ല മനസ്സിന് മുമ്പിൽ ഞങ്ങൾ നമിച്ചുപോയി. ഈ അനുഭവത്തിൽ നിന്ന് പഠിച്ചെടുക്കാനുള്ള ചില പാഠങ്ങളുണ്ട്. ഒന്ന്, മറ്റുള്ളവർ അനുഭവിക്കുന്ന ചില ഗതികേടുകൾ എപ്പോഴെങ്കിലും നമ്മളിലേക്കും വന്നു ചേരാം എന്ന ഒന്നാമത്തെ പാഠം. അടുത്തത്, 100 വാഹനങ്ങൾ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയാലും ഒരു സുബ്രഹ്മണ്യെങ്കിലും എവിടെയെങ്കിലും ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മളെ സഹായിക്കാൻ ഉണ്ടാവും എന്ന രണ്ടാമത്തെ പാഠം. അതുകൊണ്ട് 10 പേര് നമ്മളോട് നോ പറഞ്ഞു എന്ന് കരുതി അന്വേഷണം അവസാനിപ്പിക്കരുത്. ഓരോരുത്തരും അവനവന് വേണ്ടിയും അവനവനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൂട്ടുമ്പോൾ ചിലരെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്ന് മറക്കരുത്. തടവറയിൽ കിടക്കുന്ന ഒരാൾ മകൾക്ക് കത്തെഴുതിയതുപോലെ ബാപ്പ പുറത്തു വരാൻ വേണ്ടി മാത്രമല്ല കുഞ്ഞേ നീ പ്രാർത്ഥിക്കേണ്ടത്, തടവറകളില്ലാത്ത ഒരു ലോകത്തിന് വേണ്ടി കൂടിയാണ്.